والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഉലമാക്കളെ, ഉമറാക്കളെ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആദർശ സമ്മേളനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ നടന്നു കഴിഞ്ഞു. ആ സമ്മേളനമാണ് ഇന്നിവിടെ കണ്ണൂർ ജില്ലാ ആദർശ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് നുബുവത്ത് കിട്ടി 40-ാം വയസ്സ് മുതൽ ഈ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള 23 വർഷ കാലയളവ്. ആ കാലയളവിൽ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാമിന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന്റെ സമുച്ചയമാണ്, ആകത്തുകയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ ഏറ്റലോ കുറക്കലോ അവർ ചെയ്തിട്ടില്ല. അതേപടി അടുത്ത വിഭാഗമായ താബികളുടെ കയ്യിൽ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. അതേ സ്വഹാബത്തുൽ കിറാം വിശ്വസിച്ച് താബികളെ ഏൽപ്പിച്ചതുപോലെ അടുത്ത വിഭാഗമായ തബഉ താബിയങ്ങൾ അവരെ കയ്യിലും ഏൽപ്പിച്ചു. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ ഒറിജിനൽ അവസ്ഥ. പിന്നീട് വല്ലതും കൂട്ടലും കുറക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ശൃംഖലയിൽ നിന്ന് തെറ്റിപ്പോയ തെറിച്ചുപോയ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് ബിദഈ കക്ഷികൾ എന്ന് അവരെ കുറിച്ചാണ് നാം പറയുന്നത്. ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുകയും അതോടൊപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ദീനിന്റെ കാര്യങ്ങളിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തവർ. ബിദഅത്തിന് കൊടുക്കുന്ന നിർവചനം തന്നെ ഹിയ മാ സീദ അലാ മാ ശുരിഅ, ശറയിൽ ഉള്ളതിനേക്കാൾ കൂട്ടി, ഔ നുഖ്സ അൻഹു, അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് കുറച്ചു, മിൻ ഗൈരി ദലീലിൻ ശർഈ, ശറഈയായ രേഖയുടെ യാതൊരു പിൻബലവും കൂടാതെ അവരുടെ ഇച്ഛക്കനുസരിച്ച് കൂട്ടലും കുറക്കലും നടത്തിയ വിഭാഗമാണ് ബിദഈ കക്ഷികൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് സദസ്സിലേക്ക് വരുന്നു. സുന്നി പ്രസ്ഥാനത്തിന്റെ അമര നേതൃത്വം, പാവങ്ങളുടെ പടത്തലവൻ,
സാന്ത്വന സ്പർശത്തിന്റെ തൂമന്ദഹാസം തൂകി ധീരമായ ചുവടുവെപ്പുകളുമായി സുന്നി യുവജന സംഘം ആദർശ സമ്മേളനത്തിലേക്ക് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ കാര്യദർശി ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒറിജിനൽ ദീനുൽ ഇസ്ലാം, അതിൽ ആരെങ്കിലും കൂട്ടലോ ചുരുക്കലോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് ബിദ്അഈ കക്ഷികൾ. പരിശുദ്ധ ഇസ്ലാം ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്തിന്റെ ആശയം, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഞ്ചീലിന്റെ ആശയം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ അള്ളാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടില്ല. അതിന്റെ കാലാവധി എത്രയാണോ ആ കാലം വരെ യാതൊരു പ്രളമേൽക്കാതെ അത് നിലനിന്നു. അതിന് നിശ്ചയിക്കപ്പെട്ട കാലം കഴിഞ്ഞപ്പോൾ സത്യസന്ധമായി അത് നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു അതിന് വഴികളും മാർഗങ്ങളും നേരെ നിശ്ചയിക്കാത്തതുകൊണ്ട് അത് ഇന്ന് സത്യസന്ധമായി നിലനിൽക്കുന്നില്ല. പൂർണ്ണമായും അവരുടെ കൈകടത്തലുകൾക്ക് വിധേയമായി ഏറ്റലും ചുരുക്കലും ധാരാളം നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്ന് പരിശുദ്ധ ഇസ്ലാം എന്ന് വരില്ല. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദീനാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ദീൻ അത് ഒരു ദീനാണ്. അതിന്റെ ഉസൂൽ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ അമ്പിയാക്കൾ വരുന്നതനുസരിച്ച് മാറ്റം വന്നിട്ടില്ല. അള്ളാഹുവിന്റെ വിശ്വാസത്തിലോ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ സിഫാത്തുകളിലുള്ള കാര്യങ്ങളിലോ തുടങ്ങിയുള്ള അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നും വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് തൗഹീദായത് മറ്റേ നബിയുടെ കാലത്ത് ശിർക്കായോ, ഒരു നബിയുടെ കാലത്ത് ശിർക്കാണെന്ന് പറഞ്ഞിരുന്നത് പിന്നീട് അത് തിരുത്തൽ ചെയ്ത് അത് തൗഹീദായോ മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്ത് മാറ്റമാണ് വന്നത്? കാലോചിതമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ശാഖാപരമായ കാര്യങ്ങളിൽ, അടിസ്ഥാന പ്രമാണങ്ങളിലല്ല. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏതുപോലെ മനുഷ്യന്റെ അവസ്ഥകൾ പലതാണ്. ശൈശവം, കൗമാരം, അങ്ങനെ അങ്ങോട്ട് പോയാൽ മധ്യവയസ്കൻ, ആ യൗവനം, മധ്യവയസ്കൻ എന്ന് പറയുന്ന അവസ്ഥ, പിന്നെ വൃദ്ധൻ എന്ന് പറയുന്ന അവസ്ഥ. ഇങ്ങനെ അവസ്ഥകൾ മാറി മാറി വരുന്നതനുസരിച്ച് മനുഷ്യനുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വരും. എന്നതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് അതിന്റെ പരിപൂർണത വന്നിട്ടുണ്ടെങ്കിലും എല്ലാ അർത്ഥത്തിലുമുള്ള പരിപൂർണത വരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടിയാണ്. ആ പരിപൂർണമായ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിർത്തി പോരാൻ അള്ളാഹു ഏതെങ്കിലും ഒരു കമ്പനിയെ ഏൽപ്പിച്ചതല്ല. പിന്നെയോ ആരിലൂടെയാണ് നിലനിന്നു പോരേണ്ടത്? സത്യസന്ധരായ, നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ ആലിമീങ്ങളുടെയാണ്. അവരാണ് പരിശുദ്ധ ദീനിന്റെ കാവൽഭടന്മാർ.
അവരാണ് ശരീഅത്തിന്റെ സംരക്ഷകർ. കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയതല്ല ഇസ്ലാമിക ശരീഅത്ത്. പിന്നെയോ അത് എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണത അതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഭേദഗതികൾ നടത്തേണ്ടതല്ല. അങ്ങനെ ആര് നടത്തുന്നുവോ, ആര് അതിന്റെ മേലിൽ കൈവെക്കുന്നുവോ അവരെ സൂക്ഷിക്കാനും അവരുടെ ഇടപാടുകൾ ദീനിലേക്ക് വരാതിരിക്കാനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാവൽഭടന്മാരായ അലിമീങ്ങൾ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമാണ് ആയിക്കൊണ്ടേയിരിക്കും ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേലിൽ അവർ പ്രത്യക്ഷപ്പെട്ടു നിൽക്കും. ചിലർക്ക് സത്യം അറിയാം, മനസ്സിലുണ്ട്. പക്ഷേ ആ സത്യം തുറന്നു പറയാൻ പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ സത്യം അവർ തുറന്നു പറയില്ല. അവർക്ക് ഈ ദീൻ സംരക്ഷിക്കാൻ അവകാശമില്ല, ദീനിനെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന എന്ന് തന്നെ പറഞ്ഞു. സത്യത്തിന് മേലിൽ പ്രത്യക്ഷമായി നിൽക്കും. ഒരു കാര്യം ഉറപ്പാണ്, സത്യത്തിൽ പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതികൂലിച്ച് നിൽക്കുന്നവർ, അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ നിലക്കുമുള്ള ശത്രുത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വന്ദ്യനായ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു വരുത്തിയ അപരാധങ്ങൾ, കുറ്റങ്ങൾ നാം എണ്ണി നോക്കിയാൽ അസ്സബഉൽ മുബിഖാത്ത് എന്ന് പറയുന്ന 7 വൻകുറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൽ അധികമുള്ള വൻകുറ്റങ്ങൾ, ആ വൻകുറ്റങ്ങളെല്ലാം പറഞ്ഞു. കൊലയാളിയാണെന്ന് പറഞ്ഞു, കള്ളുകുടിയനാണെന്ന് പറഞ്ഞു, വ്യഭിചാരിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാം പറഞ്ഞു. ഇത് ഉസ്താദിന് മാത്രം ഉണ്ടായതല്ല, പണ്ടുകാലം മുതലേ ഇത് നിലവിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യം ഉസ്ബെക്കിസ്ഥാനിൽ നിലകൊള്ളുന്ന ബുഹാറ എന്ന് പറയുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് വളരെ അകലമുള്ള ഒരു സ്ഥലമാണ് സമർഖന്ദ്. ആ സമർഖന്ദിലാണ് മഹാനവറുടെ ഖബർ, അവിടുത്തെ ജാർ. വളരെ വിപുലമായ ജാറമാണ്. ജാറം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി നോക്കണം. കേരളത്തിലുള്ളതിനേക്കാൾ വലിയ പ്രൗഢിയോട് ഔജ്വല്യം കുറിക്കുന്ന വിധത്തിൽ നിലകൊള്ളുന്ന വലിയ വലിയ ജാറങ്ങൾ. ഇമാം ബുഖാരിയുടെ ആ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഔജ്വല്യം മനസ്സിലാക്കാൻ കഴിയും. ആ ബുഖാരി ഇമാം നിലകൊള്ളുന്നത് എവിടെയാണ്? സമർഖന്ദിലാണ്. എന്തേതിന് കാരണം? ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ, അന്ന് രാജ്യം ഭരിച്ചിരുന്നവർ, അവർ അക്കാലത്തെ പുത്തൻ പ്രസ്ഥാനമായ മുഅ്തസില വിഭാഗമായിരുന്നു. മുഅ്തസില വിഭാഗത്തിന്റെ ആശയം അനുസരിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിൽക്കാത്തതുകൊണ്ട്, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതുകൊണ്ട്, സത്യമായി തുറന്നു പറഞ്ഞതുകൊണ്ട് ആ നാട്ടിൽ നിന്ന്, ജന്മനാട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. ഇതാണ് ചരിത്രം പറയുന്നത്. ബുഖാരി ഇമാം തങ്ങളെ കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കി. ഇമാം ബുഖാരി ഞങ്ങൾ ആദർശത്തിലേക്ക് വന്നിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണെന്ന ആശയം ആണ് അവർക്കുള്ളത്. അൽ ഖുർആനു മഖ്ലൂഖുൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്.
അതായിരുന്നു ആശയം. ഖുർആൻ ഒരിക്കലും മഖ്ലൂഖല്ല, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് ഇമാം ബുഖാരി. പക്ഷേ മറ്റുള്ള സാധാരണക്കാർക്കിടയിൽ ഇമാം ബുഖാരി അവരാശയത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഇമാം ബുഖാരി സ്വന്തമായ ഒരു കൃതി തന്നെ, ഗ്രന്ഥം തന്നെ എഴുതി. ഖൽഖുൽ ഖുർആൻ എന്ന പേരിൽ എഴുതിയ ഇമാം ബുഖാരി തങ്ങളുടെ കൃതി അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ദീനിന്റെ യഥാർത്ഥ സംരക്ഷകർ ആരോ അവർക്കെതിരിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സമസ്ത ജമിഅത്തുൽ ഉലമ സ്ഥാപിതമായപ്പോൾ സ്ഥാപക കാല നേതാക്കളിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അന്നത്തെ AP ആയിരുന്ന AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ നബ്ബറല്ലാഹു മർത്തദ. ആ മഹാനവറുകളെ കുറിച്ച് ആ കാലത്ത് വിദഅത്തുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. വ്യഭിചാരോപം വരെ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് പടുത്തുയർത്തിയ അക്കാലത്ത് ബാഖിയാത്തു സാലിഹാത്തിന്റെ അതേപോലെ മഹാനവറുകൾ നട്ടു നനച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമായിരുന്നു താനൂരിൽ നിലകൊള്ളുന്ന മദ്രസ, ഇസ്ലാഹുൽ ഉലൂം മദ്രസ. ആ മദ്രസ മഹാനവറുകൾ ധാരാളം കാലം ദർസ് നടത്തുകയും അവരോടൊപ്പം തന്നെ വലിയ വലിയ ആലിമീങ്ങൾ മുദരിസുമാരായി നിൽക്കുകയും നിരവധി ആലിമീങ്ങൾ പഠിച്ചു പോരുകയും ചെയ്ത ആ സ്ഥാപനം. ആ കാലഘട്ടത്തിലെ ശത്രുക്കൾ മഹാനവറുകളെ കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കി. അവസാനം ആ മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയുടെ പരുവത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും ബിദഈ കക്ഷികൾ അവരെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആലിമീങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിവിടെ നിലനിൽക്കാൻ തീരുമാനിച്ചു, നിശ്ചയിച്ചു. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അവർ അതിൽ നിന്ന് തെറ്റുന്ന പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു കൊടുത്ത ആ നെഞ്ഞൂക്കും ധൈര്യവും ഉണ്ടായില്ലെങ്കിൽ ഇവിടെ എന്തായിപ്പോയിരുന്നു? ഞങ്ങളാണ് ദീനിന്റെ ആളുകൾ എന്ന് പറയുന്ന ആ സമസ്ത മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പരിശുദ്ധ ദീൻ ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട വന്യരായ ഉസ്താദ് അടക്കമുള്ള ഈ സാദാത്യങ്ങൾ ആലിമീങ്ങൾ, ഇങ്ങനത്തെ ഒരു പണ്ഡിത സഭ വേറൊരു കൂട്ടർക്കുമില്ല. 40 പേര് മുസാവർ അംഗങ്ങളുടെ പേര് ആണുങ്ങളെ പോലെ വായിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. കാരണം എടുത്തു പറയാവുന്ന ആലിമീങ്ങൾ ആരുണ്ട്? മഹാന്മാരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈരത്തൂർ ബാബു ഉസ്താദ്, തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, ബാപ്പു മുസ്ലിയാർ, എന്റെ വന്യരായ കോട്ടൂർ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ മുദരിസുമാർ, അവരാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ നേതൃത്വം വഹിക്കുന്നത്. അവരെല്ലാം തന്നെ മഹാനായ താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും പിന്നിൽ നിൽക്കുന്നവരാണ്. സാധുവായ ഞാൻ അവിടുത്തെ ഒരു ഖാദിമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്തയുടെ ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണ്ട. അതുകൊണ്ട് ഇവിടെ യാതൊന്നും വരിയില്ല. എന്തെല്ലാം ഇതിന് മുമ്പ് പറഞ്ഞു. ആ പറയുന്തോറും ഓരോ ദറജ അല്ലാഹു കൂട്ടുകയില്ലാതെ യാതൊരു കുറവും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ എന്തെല്ലാം ഹിക്മത്ത് പ്രയോഗിക്കുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം, അതിന്റെ ഫലം അവസാനം ഉസ്താദിന്റെ ദറജ പിന്നെയും 2 സ്റ്റെപ്പ് കൂടി വരും. അത്രേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ.
അതുകൊണ്ട് ഈ ഫസാദുകളിൽ ആരും പെട്ടുപോകരുതെന്നും ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ നിലനിർത്താൻ അള്ളാഹു നിശ്ചയിച്ചു പോന്നത് ഈ പറഞ്ഞ വിശ്വസ്തരായ ആലിമ്യങ്ങളുടെ ശൃംഖലയാണ്. സത്യം തുറന്നു പറയുന്ന, മറുഭാഗത്തിന് സത്യം തുറന്നു പറയാൻ കഴിയില്ല. സത്യം തുറന്നു പറയുമ്പോൾ പലയിടത്തും തട്ടിപ്പോകും. അതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും വിധേയത്വമില്ല. നാം പരിശുദ്ധ ദീൻ, ഹക്കായ ദീൻ, ആ പഠിച്ച ദീൻ പഠിച്ചതുപോലെ പറയുന്നവരാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം, സത്യവാന്മാരെ കൂടെ നിങ്ങൾ നിൽക്കണം. അത് എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളോട് പറഞ്ഞതാണ്. ഓ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളവർ മാത്രമല്ല, ഈ കാലക്കാർക്കും അത് ബാധകമാണ്. നമ്മളോടും അല്ലാഹു പറയുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. പോരാ, വകൂനൂ നിങ്ങൾ ആവുകയും വേണം മഅസ് സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിൽക്കണം. ആരാണ് ഈ സത്യവാന്മാർ? ഇന്ന് ആരാണ് സത്യവാന്മാർ? സത്യവാന്മാരുടെ ആ പരമ്പരയിൽ നിന്നു പോകുന്നവരാണ് സത്യവാന്മാർ. ഭൗതികമായ താല്പര്യങ്ങൾക്കനുസരിച്ച് സത്യത്തെ മാറ്റിപ്പറയുന്നവർ, അതിൽ വ്യതിയാനം വരുത്തുന്നവർ അവരല്ല. ഈ സത്യവാന്മാരെന്ന് പറയുന്നത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങളാണ്. അതാണ് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. എന്നിട്ട് തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദുറുഹും മൻ ഖാലഫഹു, അവർ സത്യത്തിൽ പ്രത്യക്ഷമായി നിൽക്കും. ആരുടെ ഭാഗത്ത് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധി വന്നാലും അതൊന്നും അവരുടെ പ്രവർത്തനത്തിന് തടസ്സമായി വരില്ല. ആരാണ് ആ കൂട്ടർ? ഉലമാക്കന്മാരാണ്. കാരണം ഹദീസിന്റെ തുടക്കം തന്നെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നാണ്. അല്ലാഹു ഒരാൾക്ക് വലിയ ഖൈർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ദീനിൽ വലിയ ആലിമാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാലോ കുറെ വിവരങ്ങൾ ശേഖരിച്ചവൻ എന്നല്ല. വലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം, ആലിം എന്ന് പറഞ്ഞാൽ കുറെ വിവരങ്ങൾ ശേഖരിച്ചവൻ എന്നല്ല. വിവരങ്ങൾ ശേഖരിച്ചവർ ധാരാളം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രന്ഥങ്ങൾ, വിവരങ്ങൾ ശേഖരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജ്, മോനിൽ മുഹ്താജ്, ഇങ്ങനെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ. ഫത്വൽ മുഈൻ, അതിലൊക്കെ എത്ര ഇൽമുണ്ട്. ആ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആലിം എന്ന് പറയില്ല. പിന്നെ ആരാണ് ആലിം? ബനിൽ ആലിമു മനിത്തസഫ ബിൽ ഇൽമ്, അല്ലാഹു കൊടുക്കുന്ന ഒരു നൂറാണ് ഇൽമെന്ന് പറയും. ആ ഇൽമ് എന്ന് പറയുന്ന ഗുണം ആരിൽ നിൽക്കുന്നുണ്ടോ അവനാണ് ആലിം. അതുകൊണ്ട് തന്നെ ഫത്വൽ മുഈൻ എഴുതിയ മഹ്ദൂദങ്ങൾ ആലിമാണ്. ഇൽമിന്റെ ഗുണം അവരിലുണ്ട്. ആലിമിൽ നിന്ന് ആ ഇൽമിന്റെ ഗുണം നിർഗളിച്ചു കാണും. ധാരാളം ജനങ്ങളെ കൂട്ടി മറ്റ് ആലിമീങ്ങളെ ചീത്ത പറയുന്നവൻ ആലിമല്ല, മറ്റുള്ള കുറ്റം പറയുന്നവർ ആലിമീങ്ങളല്ല. അതൊന്നും ഒരു ആലിമിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ആലിമീങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നേരെ ചൊവ്വ പറയുകയല്ല, ഇവിടെ ജനങ്ങളെ ചീത്ത പറയാം, അല്ലെങ്കിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കുക. എന്തെല്ലാം പ്രയാസങ്ങൾ ഇവർ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മുടെ പെരടയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചവർ ഇന്ന് കുടുങ്ങിയിരിക്കുന്നു. നമുക്കറിയുന്ന കാര്യമല്ലേ. കാരണം അവരെ അല്ലാഹു പുറത്തു കൊണ്ടുവരും. പലതും നമ്മുടെ മേലിൽ വെച്ച് കെട്ടി. ഈ പ്രസ്ഥാനത്തെ ഊതിക്കെടുക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കണ്ട.
ഇത് ഓതിയാൽ കെട്ടുപോകുന്ന മണ്ണെണ്ണ വിളക്കല്ല. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ വെല്ലാൻ മറ്റൊരു സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടന ഇതുപോലെ ഇവിടെ ലോകത്ത് വേറെ ഒന്നില്ല. അതുണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുകയും വേണ്ട. നമുക്കാരോടും വിരോധമില്ല, ആരോടും വിധേയത്വവുമില്ല. പൈത ഇസ്ലാം ആ ദീനിനെ ഹക്കായ രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരാനുള്ള കടമ നമ്മുടെ ഉസ്താദുമാർ ആലിമീങ്ങൾക്കുണ്ട്. അവർ അതിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഉള്ള കടമ അതിന് പിന്നാലെ നിൽക്കുക. പരമസത്യവാന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് അള്ളാഹു പറഞ്ഞ ആ ആജ്ഞ സ്വീകരിക്കലല്ലാതെ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അതിനെ നാം പിന്തുടരുക. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ നാം അവഗണിക്കുക. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും അതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നേരത്തെ പഴശ്ശി ഉസ്താദ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിന് എതിരാണ് ഞാന്, ഉസ്താദിന്റെ എതിരിലാണ് പേരോട്. ഇവിടൊക്കെ സംഘടനക്കുള്ളിൽ വേറൊരു സംഘടന ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വസുവാസുണ്ടാക്കിയാൽ ഈ പ്രസ്ഥാനം തകർന്നു പോകുമെന്നാണ് ആ കൂട്ടർ കരുതിയെങ്കിൽ ഈ സമ്മേളനം ഒന്ന് കണ്ടു നോക്കട്ടെ. ഇവിടെ മാത്രമല്ല, കോഴിക്കോടും മലപ്പുറത്തും നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്ന എവിടെയും നമ്മുടെ ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. അത് ലോകത്തിന് മനസ്സിലായിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉസ്താദായ ഉസ്താദുൽ അസാത്തീർ യോക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കട്ടെ. ആ മഹാനവറുകൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് മലപ്പുറം ജില്ലയിലെ ആലിമീങ്ങൾ മാത്രം, ആ ജില്ലയിലെ ആലിമീങ്ങളുടെ ഒരു ഉലമാ ക്യാമ്പ് കോട്ടക്കൽ വെച്ച് നടന്നപ്പോൾ മഹാനായ ഉസ്താദിനെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഉസ്താദിന് വന്നപ്പോ ഓഡിറ്റോറിയത്തിന് ഉള്ളിലേക്ക് കയറി വരാൻ, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ താഴെ വെച്ച് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു വണ്ടിയിലേക്ക് ഞങ്ങൾ മൈക്ക് കൊടുത്തു. അപ്പോഴേക്ക് മോളിൽ നിന്നുള്ള ആലിമീങ്ങളെല്ലാം കൂടി വന്നു. താഴെ അവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞുപോയി. ദുആ ചെയ്തു. ശേഷം ഉസ്താദ് പറഞ്ഞു, എന്താണ് ഉസ്താദ് പറഞ്ഞത്? ആലിമീങ്ങൾ മുഴുവൻ ഏപ്പിന്റെ കൂടെയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പരിപാടി കഴിഞ്ഞ ശേഷം ഒക്കെ ഉസ്താദിന്റെ വീട്ടിൽ പോയി അവിടുത്തെ കാണുകയും ദുആ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് കുത്തകാവകാശം പറയുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഞങ്ങളാണ് ഉസ്താദിന്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഞാനാണ് ഉസ്താദിന്റെ ആദ്യകാല ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞവർ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ആ വഴിക്ക് വന്നിട്ടില്ല. മരിച്ചതിന് ശേഷം അവിടെ വന്നത് ഞാൻ ഓർക്കുകയാണ്. അവിടെ വഫാത്തായി കിടക്കുമ്പോൾ ആ ഉസ്താദിന്റെ മയ്യത്ത് വെച്ച റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ ബഹുമാനപ്പെട്ട വന്ദ്യരായ സുൽത്താനുൽ ഉലമ അവിടെ ഇരിക്കുന്നു. അവരത്തോടൊപ്പം വിനീതനായി ഞാനും ഇരിക്കുന്നുണ്ട്. അപ്പൊ കടന്നു വന്ന ഒരാൾ ഒരു സലാം കൂടി പറഞ്ഞില്ല. അവിടെ ഞങ്ങളെ പുറംതിരിഞ്ഞിരുന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ ഇതെന്തിനു വേണ്ടി പറയുന്നു? ഉസ്താദുമായി ആർക്കാണ് ബന്ധമുള്ളത്? ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉസ്താദിനെ മുട്ടുകുത്തിക്കുന്ന അല്ലെങ്കിൽ അവിടത്തേക്ക് മുട്ടിക്കുന്ന കണ്ണിയാണ് മഹാനായ ഉസ്താദുൽ അസാത്തീർ.
ആ ഉസ്താദുൽ അസാത്തീദുമായി അവിടുത്തെ വഫാത്ത് വരെയുള്ള ഉസ്താദിന്റെ ബന്ധം നിലനിൽക്കുന്നുവെങ്കിൽ കണ്ണിമുറിയാത്ത പരമ്പര നമ്മുടെ പ്രസ്ഥാനത്തിനാണുള്ളത്. മറ്റ് ഞങ്ങളാണ് എല്ലാത്തിന്റെയും ആളുകൾ ഞങ്ങൾ പറഞ്ഞേ ദീനിന്റെ കാര്യത്തിൽ സ്വീകരിക്കാവൂ എന്ന് പറയുന്നവർക്ക് നബി തങ്ങൾ വരെ മുട്ടുന്ന പരമ്പര തന്നെ ഇല്ല, മുറിഞ്ഞുപോയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിന്റെ പിന്നാലെ നമ്മുടെ നേതൃത്വത്തിന് പിന്നാലെ അടിയുറച്ചു നിൽക്കണമെന്നും ആരെന്ത് കുലുമാലുകൾ പറഞ്ഞുണ്ടാക്കിയാലും അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്നും ഞാൻ എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവന്റെ പൊരുത്തത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്തു സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളെ ശർറിൽ നിന്നും കടിവലയിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെയും സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ഖത്തർ കണ്ണൂർ ജില്ലാ SYS കമ്മിറ്റി SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആംബുലൻസിന്റെ താക്കോൽ ദാന കർമ്മം നടക്കുന്നു. വിതരണ കർമ്മം ദാനം നടക്കുന്നു. ഖത്തർ കണ്ണൂർ ജില്ലാ SYS സാരഥികൾ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ കാര്യദർശി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പവിത്രമായ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. SYS ഖത്തർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്ന താക്കോൽദാന കർമ്മം ഖത്തർ ഭാരവാഹികൾ അഭിവന്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഭിവന്യരായ കാന്തപുരം ഉസ്താദ് അവർകൾ കണ്ണൂർ ജില്ലാ സാരഥികളായ ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദ് അവർകൾക്കും ജനറൽ സെക്രട്ടറി അഷ്റഫ് സക്കാഫി കടവത്തൂരിന്റെയും കരങ്ങളിലേക്ക് താക്കോൽ കൈമാറുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നുണബോംബിലും സ്റ്റീൽ ബോംബിലും തകർക്കാനാവുന്നതല്ല അഹ്ലുസുന്നയുടെ ആദർശധാര. മതചിഹ്നങ്ങളെ അപഹസിക്കുന്ന അണികളും കത്തിക്കുന്ന ആദർശബോധവും ഇനിയും വിലപ്പോവില്ലെന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നി യുവജന സംഘം കണ്ണൂർ ജില്ലാ ആദർശ സമ്മേളനത്തിൽ അഭിവന്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ സാന്ത്വന സ്പർശനത്തിന്റെ തൂമന്ദഹാസം തൂകി ഒടുവിൽ ആസാമിന്റെ മണ്ണിലും ധീരമായ ചുവടുവെപ്പുകൾ നടത്തുന്ന അഭിവന്യരായ കാന്തപുരം ഉസ്താദ് നമ്മുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു.